ആ കാലഘട്ടത്തിലാണ് ശുശ്രൂഷ രംഗത്ത് എൻ്റെ പ്രഭാഷണങ്ങൾ പലർക്കും ആത്മാവിൽ അവർക്ക് ധൈര്യവും അനേകം രക്ഷിക്കപ്പെടുന്നതും കാണുവാൻ എനിക്ക് സാധിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു സഭയുണ്ടായിരുന്നു, തണ്ണിത്തോടെന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് അഥവാ ഈ ശാബതക്കാരുടെ ആ സഭ എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ, ആ സംവിധാനത്തിൽപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിനൊരു ഭീഷണിയായി വന്നു. അവർ പരസ്യമായി യോഗങ്ങൾ സംഘടിപ്പിച്ചു, ഈ ഉപദേശത്തെ വെല്ലുവിളിച്ചു, ശാബതാണ് ശരിയെന്ന് സ്ഥാപിച്ച് പ്രസംഗിക്കുകയുണ്ടായി. ആ സമയത്ത് അവിടെയുള്ള ശുശ്രൂഷകൻ പത്തനാപുരത്ത് വന്ന് ആവശ്യപ്പെട്ടു, നമ്മൾ ഇതിന് മറുപടി കൊടുക്കണം. ഏറ്റവും ഒടുവിൽ എന്നെയാണ് നിയോഗിച്ചത്. അതിൻ്റെ സാഹചര്യം കാരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 2 ദിവസത്തെ മീറ്റിംഗാണ് വെച്ചത്. ഖണ്ഡന പ്രസംഗമാണ്. ശാബത് ദുരുപദേശത്തെ ഖണ്ഡിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർത്തോണം. ആ കാലഘട്ടത്തിലാണ് ഞാൻ A.P. പൈലി എന്ന ദൈവദാസൻ എഴുതിയ ശാബതുകാരുടെ ദുരുപദേശം എന്ന പുസ്തകം വായിച്ചത്. ദ അതർ ഗോസ്പൽസ് എന്ന ഒരു ഇംഗ്ലീഷ് ബുക്കിൽ നിന്ന് ഈ ദുരുപദേശത്തിനെതിരെയുള്ള ആശയങ്ങൾ ദൈവാത്മാവ് എന്നിലേക്ക് പകർന്നിരുന്നത് ആ കാലത്താണ്. ഇത് എനിക്ക് വളരെ അനുഗ്രഹമായിത്തീരുന്നു. കൂടാതെ ദൈവജനത്തിൽ നിന്ന് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു തന്ന സത്യങ്ങളുമായി ഇവരും മീറ്റിങ്ങിന് സംബന്ധിക്കും, അവർ മറുപടി പറയണം. സംഭവിച്ചത് കേൾക്കണോ? 1-ാം ദിവസത്തെ പ്രസംഗം ഞാനാണ് പ്രസംഗിക്കുന്നത്. അടുത്ത ദിവസം അവർ മറുപടിയും തരണം. അന്നത്തെ പ്രസംഗം കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ നീണ്ടു നിന്ന ഖണ്ഡന പ്രസംഗമാണ്. ആ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോരുന്നു. പിറ്റേ ദിവസം ഞാൻ അവരുടെ ഖണ്ഡനം കേൾക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവർ വന്നില്ല യോഗത്തിന്. സംഘാടകരെ അറിയിച്ചു, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇങ്ങനെ ഒരു തർക്കവും വാദവും നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം ശുശ്രൂഷയിൽ ഒളിച്ചിരിക്കുക എന്ന് മാത്രമല്ല, ദൈവം തൻ്റെ ശുശ്രൂഷകളിൽ നമ്മളെ ഉപയോഗിക്കുന്ന നിരവധി ഘട്ടങ്ങളുണ്ട്.